ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് എത്ര ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും? ഉത്തരം 4. ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകമേത്? ഉത്തരം പ്രോട്ടീൻ. പ്രോട്ടീനാണ് ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിനാണ് ഉത്തരം വിറ്റമിൻ കെ. മനുഷ്യൻ്റെ വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിനാണ് വിറ്റമിൻ കെ. മനുഷ്യൻ്റെ കണ്ണിൻ്റെ ഏതു ഭാഗത്താണ് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം രൂപപ്പെടുന്നത്? ഉത്തരം റെറ്റിന. മനുഷ്യൻ്റെ കണ്ണിൻ്റെ റെറ്റിനയിലാണ് ഒരു വസ്തുവിൻ്റെ പ്രതിബിംബം രൂപപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ഹയോയിഡ് അസ്ഥി കാണപ്പെടുന്നത്? ഉത്തരം താടിക്കും കഴുത്തിനും ഇടയിൽ. മനുഷ്യ ശരീരത്തിൽ താടിക്കും കഴുത്തിനും ഇടയിലാണ് ഹയോയിഡ് എന്ന അസ്ഥി കാണപ്പെടുന്നത്. ത്വക്കിലെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി ഏത്? ഉത്തരം എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് ആണ് ത്വക്കിലെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പാളി. മുന്തിരി, ആപ്പിൾ മുതലായ ഫലങ്ങളുടെ വലുപ്പം വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കൃത്രിമ സസ്യ ഹോർമോൺ ഏത്? ഉത്തരം ജിബ്ബർലിനുകൾ. രക്തത്തിൽ അധികമുള്ള കാൽസ്യത്തെ സംഭരിച്ചു വയ്ക്കുന്നത് എവിടെ? ഉത്തരം അസ്ഥികളിൽ. പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഗ്ലൂക്കഗോൺ. എർഗോ കാൽസിഫെറോളും കോളി കാൽസിഫെറോളും ഏത് വിറ്റാമിൻ്റെ വകഭേദങ്ങളാണ്? ഉത്തരം വിറ്റാമിൻ ഡി. എർഗോ കാൽസിഫെറോളും കോളി കാൽസിഫെറോളും വിറ്റാമിൻ ഡിയുടെ വകഭേദങ്ങളാണ്. ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നതെന്ന്? ഉത്തരം സെപ്റ്റംബർ 29. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം ഹൃദയം. ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത്. സസ്യങ്ങളിലെ ഇലകൾ വാടാൻ കാരണമാകുന്ന ഹോർമോൺ ഏത്? ഉത്തരം അബ്സിസിക് ആസിഡ്. അബ്സിസിക് ആസിഡാണ് സസ്യങ്ങളിലെ ഇലകൾ വാടാൻ കാരണമാകുന്ന ഹോർമോൺ.